മഹാനായ മഹത്തുക്കളായ സഹാബാക്കളെ മുൻനിർത്തിയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. സഹാബത്തെ, ഞാനൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ആരാണ് മുറുകെ പിടിക്കുന്നത്? ആരാണ് എന്റെ മുന്നിൽ വെച്ചിട്ടിരിക്കുന്ന നിങ്ങളോട് ആ കാര്യം പറഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നബിയെ, തങ്ങൾ എന്താണോ പറയുന്നത് അത് ഞാൻ മുറുകെ പിടിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു 5 കാര്യങ്ങൾ പ്രത്യേകമായി നബി തങ്ങൾ ഉമ്മത്ത് മുഹമ്മദിനോട് വസിയത്ത് ചെയ്യുകയാണ്. എല്ലാവരോടും ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ മുഅ്മിനീങ്ങളോടും വിശ്വാസികളോടും പറഞ്ഞ ഒരു വസിയത്ത്. അതിൽ ഒരു വസിയത്താണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസ്. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസ്. ഇത് എല്ലാ മുഅ്മിനീങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശവ്വാൽ എന്ന് പറഞ്ഞാൽ റമദാന് കഴിഞ്ഞിട്ട് റമദാനിൽ ആരും പരിപാടികൾ എന്താക്കാറില്ല, നടത്താറില്ല. മങ്ങലയ, അല്ലെങ്കിൽ പൊരകുടിയ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സുന്നത്ത് മങ്ങലയ, അതുപോലത്തെ ഒരു പ്രോഗ്രാമുകളും ഒരു പരിപാടികളും എന്തില്ല, റമദാനിൽ നടത്താറില്ല. റമദാൻ ഒരു മാസം മുഴുവനും ഇബാദത്തിനായി കഴിച്ചു കൂട്ടുകയാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് ശവ്വാലായാൽ മംഗലത്തിന്റെ സീസണാണ്. പ്രത്യേകം മംഗലം നടത്തൽ സുന്നത്തായ മാസമാണ് ഏത്? ശവ്വാല്. മംഗലം കഴിക്കൽ തന്നെ സുന്നത്ത്. അത് പ്രത്യേകം ശവ്വാലിൽ ആയിരിക്കുക എന്നുള്ളത് പിന്നൊരു സുന്നത്ത്. അത് തന്നെ വെള്ളിയാഴ്ച ആയിരിക്കുക എന്നുള്ളത് പിന്നൊരു സുന്നത്ത്. പള്ളിയിൽ വെച്ചായിരിക്കുക എന്നുള്ളത് പിന്നൊരു സുന്നത്ത്. സാലിഹീങ്ങളെ സമൂഹത്തിൽ വെച്ച് സദസ്സിൽ വെച്ചായിരിക്കുക എന്നുള്ളത് പിന്നൊരു സുന്നത്ത്. സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് പിന്നൊരു സുന്നത്ത്. ഏതുമാകട്ടെ, അവൻ ഞാൻ പറഞ്ഞു വരുന്ന ശവ്വാൽ എന്നുള്ളത് പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു മാസമാണ്. ഒരുപാട് പരിപാടികൾ, കല്യാണങ്ങൾ, മംഗലങ്ങൾ, അതല്ലാത്ത മറ്റു ഒരുപാട് പരിപാടികൾ നാം നടത്താറുണ്ട്. ഈ നടത്തുന്ന സന്ദർഭത്തിൽ എല്ലാത്തിലും അനാചാരങ്ങൾ വരാതെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിമാകണം, മുസ്ലിമായി മാറണം. യഥാർത്ഥ പേര് മാത്രം ഉണ്ടായാൽ പോരാ. മുസ്ലിം, ഇസ്ലാമിന്റെ സർവ കാര്യങ്ങളും മുസ്ലിമായ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസ്. നീ രാപ്പകല് വ്യത്യാസമില്ലാതെ ലവലേശം പോലും ഉറങ്ങാതെ നീ ഇബാദത്ത് ചെയ്തു, നീ നിസ്കരിച്ചു, നീ നോമ്പ് നോക്കി, നീ സദഖ കൊടുത്തു, ഖുർആൻ ഓതി, ദിക്റുകൾ ചൊല്ലി, എന്നാലും നീ വലിയ ഇബാദത്തുകാരനാവൂല. നീ ഏറ്റവും വലിയ ഇബാദത്തുകാരൻ ആകണമെങ്കിൽ നീ എന്താക്കണം? ഹറാമുകൾ ഒഴിവാക്കുന്നവനാകണം. നിന്റെ കാര്യങ്ങൾ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും നീ ഉറങ്ങിയിട്ട് എണിച്ചത് മുതൽ, സുബഹി മുതൽ നീ കടന്നു ഉറങ്ങുന്നത് വരെ നിന്റെ ഓരോ നിമിഷങ്ങളിലും ഹറാമ് വരാത്തതുപോലെ നീ ശ്രദ്ധിക്കണം. എന്നാൽ തകുൻ അഅബദന്നാസ്, ജനങ്ങളെ കൂടുതൽ ഏറ്റവും വലിയ ഇബാദത്തുകാരൻ നീ ആകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം എന്റെ ഈ മഹല്ലത്തുകാർ ശ്രദ്ധിക്കണം. കല്യാണങ്ങൾ, പ്രത്യേകമായി കല്യാണത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് അനാചാരങ്ങൾ കടന്നുകൂടുകയാണ്. അനിസ്ലാമികമായ ഒരുപാട് പ്രവർത്തികൾ ഏറ്റവും സുന്നത്തായ, ഏറ്റവും വലിയ ഇബാദത്തായ മംഗലത്തിന്റെ പേരിൽ ഇപ്പൊ കടന്നുകൂടുകയാണ്. എന്താണ് കല്യാണം എന്ന് പറഞ്ഞാൽ, മംഗലം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഇബാദത്താണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കുള്ള 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ വിവാഹം കഴിച്ചിട്ടുണ്ട്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ആ വിവാഹത്തിന്റെ, കല്യാണത്തിന്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഇബാദത്തിന്റെ മഹത്വം കിട്ടാൻ വേണ്ടിയിട്ട്, സവാബ് കിട്ടാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട്. ശേഷം തലാഖ് ചൊല്ലിയിട്ടുണ്ട്. മഹാനായ യഹ്യാ നബി എന്തിനാണത്? ഇബാദത്തിന്റെ തൊട്ട് മുടക്കമാകാതിരിക്കാൻ വേണ്ടി. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിച്ചിട്ട് എന്താക്കി? തലാഖ് ചൊല്ലിയിട്ടുണ്ട്. എന്തിനാണ് തലാഖ് ചൊല്ലിയത്? അള്ളാഹുമായുള്ള ആ ഹഖ് അതിന്റെ ശരിയായ രൂപത്തിൽ നിർവഹിച്ച് വീട്ടാൻ
അതിനെന്താക്കുന്നത് വേണ്ട, കുറവ് വരുന്നത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ നിക്കാഹിന്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ചു എന്നുള്ളതിലാക്കി ശ്രദ്ധിക്കുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ എന്തുണ്ട്? വിവാഹം കഴിച്ചിട്ടുള്ള ശേഷം ഖിയാമത്ത് നാളാകുമ്പോൾ ആകാശത്തടി ഇറങ്ങി വരുമെന്നും എന്നിട്ട് ശേഷം വിവാഹം കഴിക്കുമെന്നും അതിൽ മക്കളുണ്ടാകുമെന്നും ചരിത്രത്തിൽ കാണാം. ഏതുമാകട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാരുടെ ചര്യയാണ്, സുന്നത്താണ് വിവാഹം, നിക്കാഹ് എന്നുള്ളത്. സ്വർഗത്തിൽ തുടക്കം കുറിക്കപ്പെട്ടതായ പുണ്യകർമ്മമാണ്. അതിന്റെ എൻഡും അതിന്റെ അവസാനവും സ്വർഗത്തിൽ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം അത് നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ നടക്കാറുണ്ട്. അതിൽ കൂടാറുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെയും മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയെയും വിവാഹം കഴിക്കുന്ന ആ ഏറ്റവും സുന്ദരമായ തൃക്കല്യാണം, ആ തൃക്കല്യാണം കാണുക, കൂടുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭിലാഷമാണ്, അടങ്ങാത്ത ആഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ പുണ്യമായ ഇബാദത്താകുന്ന വിവാഹം എന്നുള്ളത്, ആ ഇബാദത്തിൽ അനിസ്ലാമികമായ ഒരുപാട് ഹറാമിയത്തുകൾ നാം കടത്തിക്കൂട്ടുകയാണ്, താളത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ മലീമസമായ വളരെ നീചമായ ഒരു സമ്പ്രദായമാണ് ഏത്? താളം എന്ന് പറയുന്നത്. വളരെ പാവപ്പെട്ട ആ പെണ്ണിന്റെ വീട്ടുകാരെ ആക്രമിക്കുകയാണ് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ പോയിട്ട്. മാന്യമായ നിലയ്ക്ക് പോയിട്ട് വരുന്നതിന് എന്തില്ല, കുഴപ്പമില്ല. മാന്യമായ നിലയ്ക്ക് പ്രത്യേകിച്ചിട്ട് അന്ന് രാത്രി കുറച്ച് ചങ്ങായിമാരൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ ഒരു 9 മണി 10 മണിക്ക് മുന്നേ പോയിട്ട് എന്താക്കാം, അവരുണ്ട് ആ പുതിയ പെണ്ണിന്റെ പേരിൽ കൊണ്ടാക്കിയിട്ട് അവരുണ്ടാക്കിയതായ ആ ഭക്ഷണങ്ങൾ വളരെ മാന്യമായ നിലയ്ക്ക് കഴിച്ചിട്ട് അവരെ സന്തോഷിപ്പിച്ച് വരിക എന്നുള്ളത് അത് നല്ല കാര്യം തന്നെയാണ്. കാരണം അവർക്കൊരു കൂലിയും കൊണ്ടും ഭക്ഷിപ്പിച്ചതിന്റെ പേര് ഒരു കൂലിയും കൊണ്ടും താള എന്നുള്ളത് വരുന്നില്ല. ഇസ്ലാമിലൊരു സമ്പ്രദായം ഇല്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല താള എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് നടത്തുന്ന ചെയ്തു കൂട്ടുന്നതായ തമ്മാടിത്തരങ്ങൾ, മനോഹരമാക്കിയ റൂമുകൾ, അല്ലെ? വളരെ നല്ല മനോഹരമായ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് പുതിയാപ്പിളയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയതായ ആ സജ്ജീകരിച്ചതായ റൂമുകൾ എന്താക്കുകയാണ്, വൃത്തികേടാക്കുകയാണ്. ലൈറ്റ് പൊളിക്കുന്നത്, അവർ ആക്കിയതായ ഡെക്കറേഷനുകൾ ഉണ്ടാക്കുന്നത്, വലിച്ചെറിയുന്നത്, അതുപോലെ തന്നെ അവർക്ക് കൊണ്ടുവന്നതായ ആ കട്ടിലുകൾ തകർക്കുന്നത്, എന്തൊക്കെ അനാചാരങ്ങൾ. മാത്രമല്ല പുതിയാപ്പിളിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും 2 മണി 3 മണി വരെ ഗ്രൗണ്ടുകളിലും സ്കൂളുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഇടങ്ങിയറാക്കുന്നത്. പുതിയ പെണ്ണിന്റെ പരക്കാർ ദിവസങ്ങളോളമായി അവർ ഉറക്കം ഉപേക്ഷിച്ചിട്ട്, അല്ലെ, അവർ എന്താക്കുകയാണ്, തന്റെ മോളെ മംഗലം ചന്തത്തിനൊന്ന് കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഊണും ഉറക്കും ഉപേക്ഷിച്ചിട്ട് അവർ കഷ്ടപ്പെട്ട് ആ മോളെ കല്യാണം കഴിച്ചിട്ട് അന്ന് രാത്രി വന്നുകൊണ്ട് ഈ പുതിയാപ്പന്റെ ചങ്ങായിമാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒരിക്കലും അതെന്താക്കാൻ പാടില്ല, നമുക്കത് അംഗീകരിക്കാൻ പാടില്ല. അത് ഒരിക്കലും നമുക്ക് ഒരാൾക്കും അത് അംഗീകരിച്ചു കൊടുക്കാനേ പാടില്ല. അതിന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാരണവന്മാർ എല്ലാവരും ശക്തമായ നിലക്ക് മുന്നോട്ട് വരണം. എന്തൊക്കെ അനാചാരങ്ങൾ അതിന് മുന്നേ നടക്കുന്നതായ പെണ്ണ് കാണുന്ന പിന്നെ കാര്യത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ, അല്ലെ? ഒരുപാട് ചോക്ലേറ്റിനെ കെട്ടാക്കിയിട്ട് കൊണ്ടുപോയി, മിഠായിനെ കെട്ടാക്കിയിട്ട് ബോക്സ് ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. പെണ്ണ് നോക്കുന്നതന്നെ എന്താണ്, ഒരു അനിസ്ലാമികമായ രൂപത്തിലാണ്, ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള പെണ്ണ് കാണുന്നത്. പെണ്ണ് കാണൽ സുന്നത്താരിക്ക് പുതിയാപ്പിളക്ക്, അല്ലെ? അത് പുതിയ പെണ്ണിന്റെ പുരക്ക് പോയിട്ട് നോക്കണം. അത് മുന്നേ പറയാനൊന്നും കഴിയില്ല. എന്ത്, ഞാൻ ഇന്ന് നോക്കാൻ വേണ്ടി വരുന്നത് പറയാനൊന്നും കഴിയില്ല. പറഞ്ഞെങ്കിൽ ഇപ്പോ ആ പെണ്ണിനെ മേക്കപ്പ് ഒക്കെ ആക്കിയിട്ട് ആ വരുന്ന സമയത്ത് ഫുൾ നല്ല ഒരു സ്റ്റൈലാക്കിയിട്ട് വെക്കും, നല്ല മേക്കപ്പ് ഇട്ട്. കാണുമ്പോൾ എന്തായി, മേക്കപ്പിലുള്ളതായ ഒരു പെണ്ണല്ലേ, കാണുമ്പോൾ തന്നെ എനിക്കെന്തായി മോശമില്ല, തിരക്കേടില്ല തോന്നി. പക്ഷെ ആ പെണ്ണിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണണം.
ആ രൂപത്തിലേക്കാണെങ്കിൽ പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, തലാഖ് ഉണ്ടാവില്ല. ഇത് നേരെ മറിച്ച് ഏതോ രൂപത്തിലുള്ളതായ ഒരു പെണ്ണിനെ മറ്റേതോ രൂപത്തിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്, എന്നിട്ട് കാണിക്കുകയാണ്. വഞ്ചനയാണ് നടത്തുന്നത്, വഞ്ചനയാണത്. അത് പാടില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്പിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും A to Z ഇസ്ലാം കൽപ്പിച്ചതായ കാര്യങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നവരാകണം. അത് വിവാഹമാകട്ടെ, അതിന് ശേഷമുള്ള ഏത് കാര്യമാണെങ്കിലും, എന്നത് തൊട്ടിൽ കെട്ടലാണെങ്കിലും, പെണ്ണ് കാണുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് ഏത് കാര്യമാണെങ്കിലും ഇസ്ലാം നിഷ്കർഷിച്ച ആ കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ അതിനിട്ടുണ്ടാകുന്നതായ കുട്ടികളൊക്കെ നാം പറഞ്ഞതുപോലെ അനുസരിക്കുന്ന മക്കളായി മാറും. ഇല്ലെങ്കിൽ ഇതുപോലത്തെ കോപ്രായങ്ങളൊക്കെ കാട്ടിയിട്ടാണ് നമ്മുടെ വിവാഹ സദസ്സുകളൊക്കെ നടക്കുന്നത് എങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന മക്കളും ഇസ്ലാം കൽപ്പിച്ചതുപോലെ ഇസ്ലാം തന്നെ അനുസരിച്ച് പിന്നെ പ്രവർത്തിക്കുന്ന മക്കൾ ഒരിക്കലും ആവൂല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിവാഹങ്ങളും അതല്ലാത്ത സർവ്വ കാര്യങ്ങളും ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ആശയങ്ങളിൽ ഒതുക്കി ജീവിക്കാനും അത് പ്രവർത്തിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി.